Now the next topic, construct pie diagrams. Okay, pie diagram ആണ് നമ്മൾ ഇന്ന് ഒരൊറ്റ വീഡിയോയിൽ എടുക്കുന്നത്. pie diagram എങ്ങനെ വരയ്ക്കാം. pie diagram സാധാരണ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഇതിനൊക്കെ ചോദിക്കുന്നതാണ് pie diagram. 3 മാർക്കിന് മാക്സിമം 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. ഓക്കേ. അപ്പോൾ pie diagram വരയ്ക്കാൻ നോക്കിയേ. construct pie diagram. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ചിലപ്പോൾ pie diagramത്തിന് പകരം അവർ നിങ്ങൾക്ക് വേറെ ടേം തരും, സർക്കിൾ ഡയഗ്രാം. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതാണല്ലേ എന്ന് ചോദിക്കണ്ട. പൈ ഡയഗ്രവും സർക്കിൾ ഡയഗ്രവും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അപ്പൊ ഒരു സർക്കിളിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഇതുകൊണ്ട് സർക്കിൾ ഡയഗ്രാം എന്നും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹൗ ടു ഡ്രോ എ പൈ ഡയഗ്രാം. അപ്പൊ പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മക്കൾ ആദ്യം വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് വെക്കണം. അതായത് നമുക്കിവിടെ 3 സെക്ടേഴ്സ് ഉണ്ട്, അതിന്റെ ഷെയർസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. ഇതിന്റെ ടോട്ടൽ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയത് 100 ചിലപ്പോൾ 100 തന്നെ ആവണം എന്നില്ല, ചിലപ്പോൾ അത് 1000 ആവാം, ചിലപ്പോൾ 700, അങ്ങനെ പല വാല്യൂസ് ആവാം. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം തന്നെ ഈ വാല്യൂസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമതൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നറിയോ? ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 360 ഡിഗ്രി ആംഗിളിലേക്ക് ഇതിനെന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ആദ്യത്തെ വാല്യൂ ഏതാ? 34.9 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ എത്രയാ? 100 ഇൻറ്റു 360. നമ്മൾ ആദ്യം ഇത് ചെയ്യണം കേട്ടോ. ഇവിടെ ഇപ്പോൾ 100 ആയതുകൊണ്ട് 3.6 ചെയ്താലും മതി. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ചാൽ ഏത് പ്രോബ്ലവും വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കുക. നോക്കിയേ, 34.9. ഓക്കെ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇങ്ങനെ വരും അല്ലേ? അപ്പൊ 10നെ ഇതുകൊണ്ട് പോകുമ്പോൾ 3.6 എന്ന് വരില്ലേ? അപ്പൊ ഇൻറ്റു 3.6 എത്രയാ വരിക? 125. ഇവിടെ എഴുതുകയാണ് 125.64. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാല്യൂ. ക്ലിയർ? ഇനി അടുത്ത ഷെയർ എടുക്കുക. അടുത്തത് നമ്മുടെ സെക്കൻഡറി സെക്ടറാ. അതിന്റെ വാല്യൂ 24.6 ഡിവൈഡഡ് ബൈ 100. നമ്മുടെ ടോട്ടൽ എപ്പോഴും ടോട്ടൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇൻറ്റു 360 ആണ് ഇവിടെയും വരിക. എല്ലായിടത്തും ഇൻറ്റു 360 ചെയ്ത് പോയി. അപ്പൊ നമുക്കിവിടെ 3.6 എന്നായി. അതായത് 36 ഡിവൈഡ് ബൈ 10 3.6. അപ്പൊ 24.6 ഇൻറ്റു 3.6 ഗീവ്സ് യു ഹൗ മച്ച്? 88.56. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത വാല്യൂ, 88.56. അടുത്തത് ഏതാ? 40. നമ്മുടെ ടെറിഷറി സെക്ടറിന്റെ ഷെയർ ആണ്. 40.5 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ 100 ഇൻറ്റു 360. ഓക്കെ, ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? അപ്പൊ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തു. 36 ഡിവൈഡ് ബൈ 10 നമുക്ക് 3.6. അപ്പോൾ 40.5 ഇൻറ്റു 3.6 ഗീവ്സ് യു 145.8. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി, 3 എണ്ണത്തിനും കിട്ടി. ഇനി നിങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഇതെല്ലാം കൂടെ, ഈ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. കാരണം അത് ആഡ് ചെയ്തിട്ട് നമുക്ക് അറൗണ്ട് 360 കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 140 ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യണേ. 145.8 പ്ലസ് 88.56 പ്ലസ് 125.64 gives you exactly 360 ആണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാക്ട്ലി 360 ആവണം എന്നില്ല. ചില സമയത്ത് നിങ്ങൾക്ക് 359 പോയിന്റ് ഒക്കെ കിട്ടും. പക്ഷെ എന്തായാലും 359.5ന്റെ എബവ് ആയിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമതും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ, ഡിവൈഡ് ഇതൊക്കെ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇനി നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്ത എന്ത് വരയ്ക്കുക? ഡ്രോ എ ഡയഗ്രാം, ഐ മീൻ സർക്കിൾ. നമ്മളൊരു സർക്കിൾ അങ്ങോട്ട് വരച്ചു. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റേഡിയസും അങ്ങോട്ട് വരച്ചു. ഇനി നമ്മൾ ഇതൊക്കെ മെഷർ ചെയ്യാൻ പോവാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്തു. ഇനി ആദ്യം നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, പ്രൊട്രാക്ടർ ഞാൻ ഇവിടെ വെച്ചു. ഇവിടെയാണ് വെക്കേണ്ടത്. പ്രൊട്രാക്ടർ വെക്കുന്നതൊക്കെ അറിയാലോ. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു. ഓക്കെ, നമ്മൾ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത് 125.64 ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഞാൻ ആദ്യം 125.64. അപ്പൊ ഞാൻ ഇങ്ങനെ 0, 10, 20 ഇങ്ങനെ പോയി 125.64 ഒന്നും മെഷർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ 125 കഴിഞ്ഞിട്ട് 126 അങ്ങോട്ടേക്ക് കുത്തിക്കോളൂ കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ എന്ത്? പ്രൈമറി സെക്ടർ. ഇതാണ് എൻ്റെ എന്ത്? പ്രൈമറി സെക്ടർ. ഓക്കെ, അപ്പൊ എൻ്റെ പ്രൈമറി സെക്ടർ ഞാൻ കഴിച്ചു.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത എന്താണ് സെക്കൻഡറി എത്രയാ 88.56. അപ്പൊ ഞാൻ പൊട്രാക്ടർ ഇപ്പൊ എൻ്റെ റേഡിയസ് ഇതാണ് ഈ വരച്ചതാ. അപ്പൊ ഞാൻ പൊട്രാക്ടർ ഇവിടെ കൊണ്ടുവച്ചു, ഈ സ്ഥലത്ത് കൊണ്ടുവച്ചു. ഓക്കെ, കറക്റ്റ് വെക്കുക. എന്നിട്ട് എന്ത് മെഷർ ചെയ്യുക? 88.56. അപ്പൊ 0, 10, 20, 30, 40, 50, 88 എന്ന് പറയുമ്പോൾ 88. ഓക്കെ, ഏതാണ്ട് 19 അടുത്ത് കൊണ്ട് കുത്തി. ദിസ് ഇസ് മൈ സെക്കൻഡറി. ഇതാണ് എൻ്റെ സെക്കൻഡറി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ബാക്കിയുള്ളതാണ് എൻ്റെ എന്ത്? ടെറിഷറി. ക്ലിയർ? അപ്പൊ അത് കഴിഞ്ഞു, ടെറിഷറി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൈ ഡയഗ്രാം. കഴിഞ്ഞില്ല, നമ്മളിവിടെ കീ നോട്ട് കൊടുക്കണം. പ്രൈമറിക്ക് ഒരു കീ നോട്ട്, സെക്കൻഡറിക്ക് ഒരു കീ നോട്ട്, ടെറിഷറിക്ക് ഒരു കീ നോട്ട്. ഇപ്പൊ പ്രൈമറിക്ക് ഞാൻ ഫുള്ള് ഇങ്ങനെ ഇൻറ്റു ആണ് കൊടുക്കുന്നത്. പ്രൈമറി സെക്ടറിന് കണ്ടോ, നല്ല ഭംഗിയിൽ ഇത് ഷെയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? പ്രൈമറി സെക്ടറിന് ഞാൻ ഇവിടെ ഇൻറ്റു അല്ലേ കൊടുത്തത്, അപ്പൊ ഞാൻ ഇവിടെ ഇൻറ്റു കൊടുത്തു. എന്നിട്ട് ഇവിടെ എഴുതുക ദിസ് ഇസ് പ്രൈമറി. കീ നോട്ട് കൊടുക്കണേ. ഓക്കെ, പ്രൈമറി. ഇനി ഞാൻ കൊടുക്കുന്നത് സെക്കൻഡറി സെക്ടറിനാണ്. സെക്കൻഡറി സെക്ടറിന് ഞാൻ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്ന് വിചാരിക്കുക. കണ്ടോ, ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കീ നോട്ടിൽ എന്ത് കൊടുക്കണം? ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, എന്നിട്ട് ഞാൻ എഴുതുക ദിസ് ഈസ് സെക്കൻഡറി. മക്കളെ, ഒരു ഭാഗം എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ മഹാവൃത്തിയുടെ ഇരിക്കും. അതുകൊണ്ട് ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ ബ്ലാങ്ക് ആക്കുക. ദാറ്റ് ഈസ് അവർ ടെറിഷറി സെക്ടർ. ഇത്രയാണ് പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ പൈ ഡയഗ്രാം വരയ്ക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിന് എന്ത് ചെയ്യണം? ആംഗിളിൽ 360 ഡിഗ്രി ആംഗിളിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഇതാണ് കൺവേർട്ട് ചെയ്യേണ്ട രീതി. ഓക്കെ, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഇത് ആഡ് ചെയ്യണം കേട്ടോ. എല്ലാ ഇതും അവസാനം 360 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത്യാവശ്യം തിരക്കുള്ള സർക്കിൾ വരച്ചുകൊണ്ട് പൊട്രാക്ടർ വെച്ചുകൊണ്ട് ഓരോ സെക്ടറും മെഷർ ചെയ്ത് എടുക്കുക, ആംഗിളിൽ മെഷർ ചെയ്യുക. പിന്നെ മറന്നു പോവാതെ ചെയ്യേണ്ടത് കീ നോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കീ നോട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ 3 എണ്ണം നമ്മൾ ചെയ്തത്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ചിലപ്പോൾ 4 എണ്ണം ഉണ്ടാവും, ചിലപ്പോൾ 5 എണ്ണം. 5 എണ്ണത്തിൽ കൂടുതലൊന്നും ചോദിക്കില്ല കേട്ടോ. ഒരു സർക്കിളിനെ ഒരു 100 ഭാഗമൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം ഒരു 5 എണ്ണമേ നിങ്ങൾക്ക് 5 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. വളരെ സൂക്ഷിച്ച് നല്ല വൃത്തിയിൽ വേണം നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കാൻ. ഓക്കെ.